ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വിശദ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായിയിൽ നിന്ന് വിവരശേഖരണം നടത്തും. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വ്യവസായിയെ സമീപിക്കുന്നതിൽ ഉൾപ്പെടെ രഹസ്യ സ്വഭാവം നിലനിർത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമെന്ന ആരോപണത്തിലും അന്വേഷണ സംഘം വിശദ പരിശോധന നടത്തും. തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരുമെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്ത ശേഷം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ ഞാൻ SITയുടെ മുമ്പിൽ മൊഴി കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയായിരുന്നു. എവിടെ ഈ സ്വർണം? ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകണം. തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു ഉന്നതന്മാർ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ മുകളിൽ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടെ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പക്കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളി. സുധീഷിനല്ല തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തമെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.